എനിക്കൊരു 6th നേഴ്സായിരുന്നു, 7th ഒരു ആർമി ചേർന്നായിരുന്നു. അങ്ങനെ മാറി 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 വരുമായിരുന്നു. ഒരു കുട്ടി പ്രൈവറ്റ് ചൂസ് ചെയ്യാൻ പോവാണ്, അപ്പൊ എന്തൊക്കെയാണ് നീ അഡ്വൈസ് കൊടുക്കുക? റിപ്പീറ്റർ, സൂപ്പർ റിപ്പീറ്റർ, കുറെ ആൾക്കാർ, ഒരു പറ്റ ആൾക്കാർ റിപ്പീറ്റേഴ്സിനെക്കാട്ടി കൂടുതലായിട്ട് 3-4 കൊല്ലമൊക്കെ ചെയ്ത ആൾക്കാരാണ്. ഓ അതെ അല്ലേ, ഞാൻ വിചാരിച്ചു പഠിത്തം എന്തെങ്കിലും വരുന്നു. അപ്പൊ പ്രൈവറ്റിലാകുമ്പോ പഠിക്കുന്നത് ഞാനെങ്ങനെ കണ്ടതിൽ വെച്ച് വളരെ വളരെ കൺസിസ്റ്റന്റ് ആയി പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. എപ്പോഴും ഇനിയിപ്പം ഇതിന്റെ അകത്തും മാത്സ് വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. MBBS ആണെങ്കിലും ലേബർ റൂം പോസ്റ്റിംഗിന്റെ ടൈമിൽ അത് തോന്നിയിട്ടുണ്ട്. ലൈക്ക് മോൻ MBBS ആണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൗഡ്. Hello everyone, welcome to another episode of NEET and Med Talks Unfiltered. This is Radhika Diju, medical student, Calicut Medical College. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. യെസ്, ഐ ഹാവ് വിത്ത് മീ ഡോക്ടർ സംഗീർത്ത്. സിനിമാറ്റിക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ID വഴിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ അറിയുന്നത്. ഓവർ ടു യു മിസ്റ്റർ സംഗീർത്ത്. സിനിമാറ്റിക് നേരത്തെ പറഞ്ഞ അതിപ്രശസ്തരായ, ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. സ്റ്റിൽ ബേസിക്കലി ഡൂയിങ് മൈ ഇന്റേൺഷിപ്പ് അറ്റ് DMVIMS വയനാട്. ആൻഡ് തുടങ്ങട്ടെ നമുക്കപ്പോ. ഓക്കെ, എങ്ങനെയാണ് അപ്പം നീ MBBS എന്നുള്ള ആ ഒരു ഡ്രീമിലേക്ക് വരുന്നത്? കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ അങ്ങനെ കാര്യമായിട്ട് ഡോക്ടേഴ്സ് ഇല്ല, നീയാണ് ഫസ്റ്റ് ഡോക്ടർ എന്നുള്ളത്. എപ്പോഴാണ് ആ ഒരു സ്വപ്നം? മറ്റേ കുട്ടിക്കാലം മുതലേ ഉള്ള, ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ള സ്വപ്നമായിരുന്നു? ബേസിക്കലി ഓർമ്മ വെച്ച കാലം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, ചെറുപ്പത്തിലെ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു. ലൈക്ക് ക്ലാസ്സിൽ ഒരു ലാസ്റ്റ് 10 വരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ 10ാമതായിരിക്കും ഞാൻ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നു, മാറി മാറി വരും. എനിക്കൊരു 6th നേഴ്സായിരുന്നു, 7th ഒരു ആർമി ചേർന്നായിരുന്നു. അങ്ങനെ മാറി 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 വരുമായിരുന്നു. പിന്നെ എൻ്റെ പഠിത്തത്തിലെ പോക്കുണ്ട്, എനിക്ക് തന്നെ എൻ്റെ ഫ്യൂച്ചർ അവിടെ നമുക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ. പിന്നെ അങ്ങനെ ഒരു വാശിയായിരുന്നു, അങ്ങനെ പഠിച്ച് ഈ സംഭവം കയറണം എന്ന്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു കുറേ വട്ടം. ലൈക്ക് +1 +2 തൊട്ട് ട്രൈ ചെയ്ത് തുടങ്ങി. അത് റിപ്പീറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് അപ്പൊ തുടങ്ങി ആ സമയത്ത് എത്തും, അതുകൊണ്ടാവും. നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ എത്തില്ല, അതുകൊണ്ടാവും. എനിക്ക് തന്നെ കുറച്ചെല്ലാം ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, കുറെ ടൈം എടുത്ത് ലാസ്റ്റ് എത്തി ഇവിടെ. ഇപ്പൊ കഴിഞ്ഞു 5.5 വർഷം കഴിഞ്ഞപ്പോ ഒരു പ്രൗഡ് ഫീലിംഗ്, ആത്മാഭിമാനം. മറ്റേ ഞാനൊരു സംഭവമായി സ്വന്തമായിട്ട്. ഓക്കെ, ഇപ്പൊ നീ ഇപ്പൊ നീറ്റിന്റെ അറ്റംപ്റ്റ്സ് പറഞ്ഞു. പൊതുവെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഒബ്സസ് ചെയ്യുന്ന ഒന്നാണ്. നിനക്ക് തന്നെ അറിയാലോ ഇപ്പൊ എത്രത്തോളം ലക്ഷക്കണക്കിന് കുട്ടികൾ ഇത് എഴുതുന്നു എന്നുള്ളത്. അപ്പം കുറെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അറ്റംപ്റ്റ്സ് എടുക്കുന്നുണ്ട്. അതായത് പണ്ട് നോർത്തിലൊക്കെയാണ് ഞാൻ ആ നമ്പർ കേട്ടിട്ടുള്ളത്, പക്ഷെ ഇന്ന് കേരളത്തിലും ആ ഒരു നമ്പർ ഉണ്ട്. അപ്പൊ ഇത് വല്ലാതെ ഒബ്സസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നമുക്ക് എന്താ പറയാനുള്ളത്? ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാൻ റീറിപ്പീറ്റർ എന്ന് പറയും. ലൈക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ റീറിപ്പീറ്റർ എന്ന് പറയുമ്പോൾ 1-2 ബാച്ചൊക്കെ ഉണ്ട്, അതായത് വളരെ കുറച്ച് പേരെ ഉണ്ടാവും. അപ്പൊ അതന്നെ ഒരു എക്സ്ട്രാ എഡ്ജ് ആയിരുന്നു. നമ്മൾ ചേട്ടൻ റീറിപ്പീറ്റർ ആണെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ലൈക്ക് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന സമയത്ത് റിപ്പീറ്റർ, സൂപ്പർ റിപ്പീറ്റർ, കുറെ ആൾക്കാർ, ഒരു പറ്റ ആൾക്കാർ റിപ്പീറ്റേഴ്സിനെക്കാട്ടി കൂടുതലായിട്ട് 3-4 കൊല്ലമൊക്കെ ചെയ്ത ആൾക്കാരാണ്. ചിലപ്പോ എന്റെ കൂടെ എന്റെ സെയിം ഏജ് ആയിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പം ലൈക്ക് ഇത് ഒരു ഒബ്സഷൻ ആയിട്ട് എന്താ പറയാ, ഒരു ഹൈപ്പർ ഫിക്സേറ്റ് ചെയ്ത് ഓൾറെഡി ഈ സംഭവമാണ്. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ സംഭവം, റിയാലിറ്റി ശരിക്കും നമ്മൾക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും. അപ്പൊ ആൾക്കാർ ഓൾറെഡി ഹൈപ്പർ ഫിക്സേറ്റ്, ഈ സാധനമാണ്, ഇതെന്തോ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, ഇങ്ങനെ സംഭവമാണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക. Until unless you enter into something, you can't just മനസ്സിലാവൽ. ഓക്കെ, അപ്പോൾ എപ്പോഴായിരുന്നു നിന്റെ കേസിൽ നീ ഈ ഒരു കോളേജ് ചൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് പോകുന്നത്? എന്തുകൊണ്ട് സൂപ്പർ റിപ്പീറ്റ് ചെയ്തില്ല? ഇത് ചൂസ് ചെയ്തതല്ല, ഇത് കിട്ടിയതാണ്. ബേസിക്കലി പ്രൈവറ്റ് ആയതുകൊണ്ട്. ബിക്കോസ് എനിക്കിനി വയ്യായിരുന്നു, സീരിയസ്ലി മടുത്തു ഈ സംഭവം. ഇതൊരു സ്റ്റോപ്പ് വേണമെന്നായി. പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ചിന്തിച്ചു. പിന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, നമ്മൾക്ക് എന്താ പറയാ, ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിത സമാധാനം കിട്ടില്ല. നമ്മുടെ ഈ ചുറ്റുപാടുള്ള കുറേ ടീംസ് ഉണ്ടാവും നമ്മളെങ്ങനെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യാൻ. നീ BSc അതെടുക്കൂ, നീ ഇതെടുക്കൂ, ഇത് ചെയ്യൂ, എൻ്റെ ആൾ ഇങ്ങനെ ചെയ്തിട്ടാണ് നല്ല ചെയ്തെത്തിയത്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം കിട്ടില്ല ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ. അതുകൊണ്ട് ഞാൻ പിന്നെ ഫിക്സ് ചെയ്തു ലൈക്ക് പ്രൈവറ്റ് ഓർ എനിവേ. എനിക്ക് അറിയില്ലായിരുന്നു ബേസിക്കലി പ്രൈവറ്റ് എങ്ങനെയായിരിക്കും. എനിവേ ആൾക്കാർ കേട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു ചേരുമ്പോൾ ഉണ്ടായത്. അതിപ്പം നമ്മൾ പഠിക്കുമ്പോഴായാലും അത് വല്ലാണ്ട് എഫക്ട് ചെയ്യും. ഓ പ്രൈവറ്റിലാണോ എന്ന ചോദ്യം കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രൈവറ്റിൽ പഠിക്കുന്ന ആരും ഉണ്ടാവില്ല ആ സാധനം കേൾക്കാത്ത. അപ്പോൾ ഈ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ നിന്റെ കൂടെ തന്നെ എവിടേക്ക് ജോയിൻ ചെയ്യായിരുന്നോ ചെയ്തത്? നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിലുള്ള പ്രിപ്പറേഷൻ ഫേസ് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കോച്ചിങ് സെന്ററിനൊക്കെ കംപ്ലീറ്റ്ലി ഔട്ടായി. നമ്മൾ കോവിഡ് ടൈം ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി അന്നത്തെ കേരളത്തിലെ ഫസ്റ്റ് ഓൺലൈൻ ബാച്ച് നമ്മളതായിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫേസിലായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ പിന്നെ പ്രൈവറ്റിൽ കയറി ഇപ്പൊ ഒരു ഡോക്ടറായി. നിനക്ക് എന്തായാലും ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. എന്താണ് നിനക്കൊരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്? ഡിഫറൻസ് പറഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ ഭയങ്കര ഒരു കുറ്റബോധം. നമുക്ക് എന്താ പറയുക, ഞാൻ സീരിയസ്ലി പറയാം, ഒരു ഫിനാൻഷ്യൽ പിടുത്തം നമുക്ക് എന്തായാലും വരും. ഞാൻ പഠിക്കുന്ന സമയത്തുള്ള ഫീസല്ല ഈ സമയത്ത് ഉള്ള ഫീസ്. അത് പറഞ്ഞാൽ ഈച്ച് ടൈം 10% കൂടുക ഈച്ച് ഇയർ. അപ്പോൾ ഞാൻ ബേസിക്കലി പ്രൈവറ്റ് എടുക്കാന്ന് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് ടൈം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ബേസിക്കലി കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഫീസിൻ്റെ 10 times ഫീസ് നെക്സ്റ്റ് ടൈം അടക്കേണ്ടി, ലൈക്ക് 10% ഫീസ് അടക്കേണ്ടി വരും. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഇയർ നോക്കുന്ന സമയത്ത് ഒരു 10,000 to 15,000 ഒക്കെ എക്സ്ട്രാ വീണ്ടും കൂടിയിട്ടുണ്ട്. ലൈക്ക് 1 lakh അടുത്ത് എല്ലാ ഇയറും കൂടുന്നുണ്ട്. അതിപ്പം ഇൻ ടേംസ് ഓഫ് ഹോസ്റ്റൽ ഫീസ്, അക്കാഡമിക് ഫീസ് എന്തായാലും കൂടും. അപ്പം അതുകൊണ്ട് ഞാൻ വിളിച്ചത് എന്തുകൊണ്ട് പിന്നെ അടക്കാനാക്കുന്നു, ഈ കൊല്ലം തന്നെ കയറിക്കൂടാ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനു വെറുതെ എഫേർട്ട് ഇടുന്നു, വെറുതെ നമ്മളെ എനർജി, ടൈം, സ്ട്രെസ്. ഞാൻ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് മുടി ഒക്കെ ഒരു പരിവായി. ഇനിയിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രൈവറ്റ് ചൂസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ? ഇപ്പൊ ഒരു കുട്ടി പ്രൈവറ്റ് ചൂസ് ചെയ്യാൻ പോവാണ്, അപ്പൊ എന്തൊക്കെയാണ് നീ അഡ്വൈസ് കൊടുക്കുക? ബേസിക്കലി പ്രൈവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കുറേ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫീസ് സ്ട്രക്ചറാണ്. നമ്മൾക്ക് ഒരിക്കലും താങ്ങാനാവാത്ത സ്ഥലം എടുത്ത് തലയിൽ വെക്കരുത്. യൂഷ്വലി നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക 7 lakh 8 lakh കിട്ടും. ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു വെറും MBBS കൊണ്ട് നമുക്ക് കിട്ടാം. വെറും MBBS അല്ല, ലൈക്ക് അതിന് വിലയുണ്ട്, അങ്ങനല്ല. നമ്മൾക്ക് ഒരു വെറും MBBS കൊണ്ട് കിട്ടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 45,000 to 60,000 അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ സാധനം അടിച്ചെടുക്കാൻ കുറച്ച് പടാപ്പാട് പെടും. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ് ഐഡിയ മനസ്സിൽ വേണം, ലൈക്ക് സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം. ഭയങ്കര ട്രാപ്പാണ്. കാരണം ഇപ്പോഴത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റിൽ ഇപ്പം ഞാനിപ്പോൾ പഠിച്ച കോളേജിൽ ഞാൻ ഉണ്ടായിൽ നിന്ന് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിയർലി 4 lakh കൂടിയത് എക്സ്ട്രീമായിട്ട്. അപ്പം വിചാരിച്ചു നോക്കുക ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇപ്പം കറന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീംഡ് പഠിക്കുന്ന സെയിം ഫീസാണ് കേരളത്തിലെ പ്രൈവറ്റിൽ. പണ്ട് വേറെ സംസ്ഥാനത്തിലെ ആൾക്കാരൊക്കെ കേരളത്തിൽ പൈസ കുറവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചേരാൻ വരുമായിരുന്നു. ഇപ്പം നേരെ ഡീംഡിലെ പൈസ കേരളത്തിൽ. അറ്റ്ലീസ്റ്റ് ഇനി ഈ ഒരു പോക്കാണെങ്കിൽ ഒരു 5 to 10 years എന്തായാലും 15 lakhs അടുത്തേക്കൊക്കെ ഡീംഡിലെ പ്രോപ്പർ ഫീസായിട്ട് കേരളത്തിൽ മാറും. അപ്പം അധികം എഫേർട്ട് ഇതിന് കൊടുത്ത് കളഞ്ഞ് പിന്നെ കോമ്പറ്റീഷനും അങ്ങനെ തന്നെയാണ്. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടൊക്കെ 620 ഒക്കെ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് കട്ട് ഓഫ് ആ ടൈമിലൊക്കെ അല്ല 550 ആ ലെവലായിരുന്നു എൻ്റെ സ്കോർ. 545-50 സംതിങ്, ലൈക്ക് ലോങ് ബാക്ക് ഞാൻ ഓർമ്മിക്കുന്നില്ല. അല്ലെ എനിവേ അത്രയായിരുന്നു. പക്ഷേ still എൻ്റെ ഓളഞ്ചർ റാങ്ക് എന്താ വന്നത് 45,000 സംതിങ് ആയിരുന്നു വന്നിട്ടുള്ളത്. 550 ഒക്കെ കിട്ടുമ്പോൾ പൊതുവെ ആൾക്കാർ ഒരു അറ്റംപ്റ്റും കൂടി എടുത്താൽ ശരിയാവും എന്നുള്ള അതിനുള്ള ത്രാണി എനിക്ക് ഉണ്ടായിരുന്നില്ല. അവരങ്ങോട്ടൊക്കെ കൗൺസിൽ വയ്യാന്ന് പറഞ്ഞു. ആ ഒരു മാർക്ക് അതായിരുന്നു എൻ്റെ മാക്സിമം. ഞാൻ ഉറപ്പിച്ചു ഇനി താഴേക്കല്ലാതെ ഞാൻ മുകളിലേക്ക് പോകില്ലാതെ. വയ്യായിരുന്നു. ഞാൻ വീട്ടിലിങ്ങനെ ഇരുന്ന് ഈ കോവിഡ് ടൈമൊക്കെ നമ്മൾ ഇങ്ങനെ ഹൈബർനേറ്റ് ചെയ്യും, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ. ബുക്സിനെക്കാളും ഞാൻ കുറച്ചുകൂടെ എന്താ പറയാ, ഒരു 15 minute ബ്രേക്ക്, ഒരു 5 minute പഠിത്തം, 15 minute ബ്രേക്ക്, തിരിച്ചിട്ടായിരുന്നു എന്റെ സംഭവത്തിൽ വയ്യായിരുന്നു. റിവേഴ്സ് ഫോളോ കുറെ പെടാപ്പട ആ ലോപ്പൊന്ന് ബ്രേക്കാൻ കുറെ പെടാപ്പട കിട്ടും. അപ്പോ കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പൊ പ്രൈവറ്റിന്റെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ എന്താ നീ പറയാ? ഡിസഡ്വാൻറ്റേജ് നീ ഇപ്പം ഫീൻ്റെ അത് പറഞ്ഞു, അതല്ലാതെ ലൈക്ക് അഡ്വാൻറ്റേജ് നല്ലൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ പോകുന്നതാണെങ്കിലും, ലൈക്ക് ഞാനിപ്പോൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറൊരു സോർട്ട് ഓഫ് എന്താ പറയുക ഗവൺമെൻറ് ഫെസിലിറ്റീസ് സെറ്റപ്സ് ഒക്കെ വളരെ ഫാറാണ്. അത്ര വെൽ ഡെവലപ്ഡ് ആയ സ്ഥലമല്ല. അപ്പോൾ യൂഷ്വലി ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ പ്രൈവറ്റ് സെറ്റപ്പിലാണ്. നമ്മളെപ്പോഴും നമ്മൾക്ക് ഒരു ബേസിക്കലി ഒരു MBBSൽ കണ്ടിരിക്കേണ്ട കുറച്ച് ബേസിക് എക്സാം കേസസ് ഉണ്ട്. അത് കണ്ടില്ലെങ്കിൽ പണി കിട്ടും. അതിപ്പം വല്ല എന്താ പറയുക വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആൾക്കാരൊന്ന് അഡ്മിറ്റ് ആവുന്നൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ബേസിക്കലി ഒരു സോർട്ട് ഓഫ് ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് കണ്ടിരിക്കണം ബേസിക് ഫോർ MBBS സ്റ്റുഡൻറ്റ്. പിന്നെ എന്താ പറയുക പ്രൈവറ്റിലാകുമ്പോൾ കുറച്ചുകൂടെ പ്രോട്ടോകോൾ ബേസ്ഡ് സംഭവങ്ങളൊക്കെ. നമ്മൾ ഈ പുസ്തകം പഠിക്കുന്ന സെയിം സെറ്റപ്പും ഫെസിലിറ്റീസ്, ഇപ്പം വെന്റിലേറ്റർ സെറ്റപ്പ് ആണെങ്കിലും പുതിയൊക്കെ ആണെങ്കിൽ പുതിയ സെറ്റപ്പൊക്കെ പൈസയിലൊക്കെ ഞാൻ ഹാമിൽട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കണ്ടിട്ടുണ്ട്. അത് മൊത്തം വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യേണ്ട സംഭവമൊക്കെ ഉണ്ടാവും. ലൈക്ക് അതൊക്കെ കുറച്ചുകൂടെ ആക്സസബിൾ ആയിട്ടുള്ളത് പ്രൈവറ്റിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ മൊത്തം പ്രോട്ടോകോൾ ബേസ്ഡ് സെറ്റപ്പാണ്. ഞാനിപ്പം എന്താ പറയുക പ്രൈവറ്റിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് സെറ്റപ്പിലും പ്ലേസ്ഡ് ആയിരിക്കും റൂറൽ ആൻഡ് അർബൻ പോസ്റ്റിങ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അവിടെ പോകുന്ന സമയത്തും ഇവിടെ പോകുന്ന ഡിഫറൻസ് ഭയങ്കരമാണ്. ലൈക്ക് എന്താ പറയുക നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ബേസിക്കലി ചെയ്യുക. പക്ഷെ നമ്മളെ റിസോഴ്സസ് കൂടുതൽ പ്രൈവറ്റിലായിരിക്കും ഉണ്ടാവുക, അവൈലബിലിറ്റി ഓഫ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോസ്റ്റലിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എവിടെ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർലി അതിൻ്റെ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് ആയിരിക്കും. ആ സെറ്റപ്പ് ഒക്കെ വളരെ ഇതായിരിക്കും. ഓക്കെ,
ഇനി നിന്റെ MBBS ലൈഫിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഒന്ന് നമുക്ക് കവർ ചെയ്ത് പോവാം. ചിലത് ഓർക്കാനേ താല്പര്യമില്ല. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള പെർസെപ്ഷൻ ഓഫ് MBBS വിച്ച് ചേഞ്ച്ഡ് ആഫ്റ്റർ എൻട്രിങ് കോളേജ്. കാരണം നമ്മൾ പൊതുവേ ഇപ്പം നീറ്റ് ആസ്പിറൻസ് ആയാലും ഇവർ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഭയങ്കര എസ്തെറ്റിക് ആണ്. പക്ഷെ റിയാലിറ്റി എന്താ എന്നുള്ളത് പഠിക്കുന്നവർക്കേ അറിയുള്ളൂ. നിന്റെ കേസിൽ അങ്ങനെ ഒരു ഇതായിരുന്നു ഞാൻ വിചാരിച്ചു വന്നത്, പക്ഷെ ഇതാണ് റിയൽ വേഴ്സസ് റിയൽ. ഇവന്മാരെയാണ് പിടിക്കേണ്ടത്, ഈ റിയാലിറ്റി വേഴ്സസ് റിയൽ സംഭവം പിടിക്കേണ്ടത്. നമ്മൾ ബേസിക്കലി സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും, ലൈക്ക് ഇതൊക്കെയാണ് സംഭവം എന്ന് വെച്ചിട്ട്. എന്നെ മറ്റേതാണ് എന്ത് ചെയ്തത്, അർജുൻ റെഡ്ഡി ആയിരുന്നു. അന്നേരം താടി വളർത്തിട്ട് പോകുന്നു. ലൈക്ക് അന്നേരം ലൈക്ക് നമ്മളൊക്കെ പോകുന്ന സമയത്ത് സീനിയേഴ്സ് ഒക്കെ അത്ര ചില്ലില്ലായിരുന്നില്ല. ഞാൻ എന്നും അവരുടെ കൂടെ ആയിരുന്നു. നിങ്ങക്ക് താടിയും കൂടി ഉള്ളത് കൊണ്ട് എന്റെ മുഖം ഭയങ്കര ഗ്ലോയിങ് ആണ്. വടിച്ച് എപ്പിത്തിയിലൊക്കെ പോയിട്ടുണ്ട് കംപ്ലീറ്റ് ഷേവ് ചെയ്തിട്ട്. ഇപ്പൊ പിന്നെ ഇന്റേൺ ആയതിനു ശേഷമാണ് വളർത്തി തുടങ്ങിയത്. പ്രതികാരത്തിന് വളർത്തുന്നത് എപ്പോഴും ഇനി ഷേവ് ഇല്ല. ഓക്കെ, അപ്പൊ നിനക്ക് തോന്നിയ ഒരു ഡിഫറൻസ് എന്താണ്? ലൈക്ക് എന്താ പറയാ, നമ്മള് കോളേജ് ഒരു ആർട്സ് കോളേജ് പോലെയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് പോലെയോ ഉള്ള സംഭവം ഭയങ്കര എന്താ പറയാ ഹെക്റ്റിക് ആണ്. സാധനം ഇരുന്ന് പഠിച്ചാലേ പാസ്സാവും. പാസ്സാവാതെ ഉഴപ്പി നടക്കാൻ, പക്ഷെ അതും പറ്റില്ല. ഉഴപ്പാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ് ഈ സ്ഥലം. ലൈക്ക് പിന്നെ നമ്മൾ ആ ട്രാക്കിലേക്ക് വെല്ല കയറി വരും. പിന്നെ നമുക്കത് ശീലാവും കുറച്ച് ഇങ്ങനെയാണ് എന്താ നടക്കുന്നത് മൊത്തൊരു വെടിയും പൊക്കെയായിരിക്കും കംപ്ലീറ്റ്. പിന്നെ അഡാപ്റ്റ് ആവേണ്ടി വന്നു. അതിന്റെ വേറെ വഴിയില്ല. നമ്മൾ ചിന്തിച്ചോ ലൈക്ക് എന്താ പറയാ, ലൈക്ക് ഇതെന്താ ഇങ്ങനെ, ഇതല്ലല്ലോ നമ്മള് വിചാരിച്ച സംഭവം. സത്യം, ഞാൻ അങ്ങനെ ഓംശാന്തി ഓശാന ഒക്കെ ആ ടൈമില് തലക്ക് പിടിച്ച് കിടക്കുന്ന ടൈമായിരുന്നു. ഞാൻ കയറിയതും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്നല്ലോ. അപ്പൊ നസ്രി അവിടെയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഇവള് പ്രണയിക്കുന്നു, ഇവള് പുറത്തു പോകുന്നു, ഇവള് എൻജോയ് ചെയ്ത് നടക്കുന്നു, സിമ്പിളായി എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ റിയൽ ലൈഫിൽ ആലോചിക്കുക, എൻട്രൻസ് കൊത്തിരുന്ന് പഠിച്ചിട്ട്. പിന്നെ ഇപ്പൊ MBBS ആയാലും എത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ള വാസ്നസ് കാര്യങ്ങളോ ഇതിന്റെ ഒരു സ്ട്രെസ് സൈഡോ ഒന്നും നമ്മൾ ഈ ഫിലിംസിലോ ഈവൻ റീൽസിലോ നമ്മൾ കാണുന്നില്ല. അത് എൻ്റർ ചെയ്യുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇനി അടുത്തത് എന്തായിരുന്നു നിന്റെ ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇയറിൽ കയറിയപാട്? അപ്പാർട്ട് ഫ്രം താടി കേസും ഒക്കെ റാഗിങ് ഒക്കെ ഞാൻ ഭയങ്കര എന്താ പറയാ പ്രൗഡായിട്ട് ലൈക്ക് നമ്മളിങ്ങനെ ഞാൻ കോളേജിൽ കയറി. അപ്പൊ നമ്മൾ കാണുന്ന ആൾക്കാർ നമ്മള് ഡോക്ടറാണ് MBBS പഠിക്കാൻ ലൈക്ക് പഠിക്കുമ്പോഴേ നമ്മൾ പറയുമല്ലോ ആ മെഡിസിൻ ആണ് പഠിക്കുന്നത്, മെഡിസിന് വേണ്ടിയാ പഠിക്കുന്നത് പറയുമല്ലോ. അപ്പൊ അതുപോലെ MBBS ഒക്കെ കയറി നമ്മളിങ്ങനെ നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ ഓട്ടോ ഒക്കെ ഇറങ്ങി നല്ലൊരു ഫ്രെയിം നല്ലൊരു വരവേൽപ്പൊക്കെ വിചാരിക്കാതെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന നമ്മൾ റിപ്പീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്ഥിരം ഉണ്ടാവുമല്ലോ നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടി. പറയുന്നില്ല, നാട്ടിലേക്ക് തിരിച്ചു പോകാണ്ട് പറയുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ ഇങ്ങനെ ഡോക്ടറാണ്, ഇങ്ങനെ ലൈക്ക് MBBS പഠിക്കുകയാണെന്ന് പറഞ്ഞു. ഓ അതെ അല്ലേ, ഞാൻ വിചാരിച്ചു പഠിത്തം എന്തെങ്കിലും വരുന്നു. ഓ പ്രൈവറ്റിലാകുമ്പോ പഠിക്കുന്നത്. ഞാനിങ്ങനെ ഇപ്പോഴും ആ ചോദ്യം കേൾക്കോ? ഇപ്പോഴും കുറച്ചുകൂടെ അങ്ങനെ ചോദിക്കില്ല. യൂഷ്വലി എന്താ പറയാ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി വന്ന് ലൈക്ക് ഈ സാധനം കിട്ടാനേ കുറച്ച് മുഷ്കിലാണ്, ബുദ്ധിമുട്ടാണെന്ന്. ആ സമയത്തൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു പ്രൈവറ്റ് ഫോബിയാണ് ആൾക്കാർക്ക്. അതായത് പ്രൈവറ്റിൽ പഠിച്ച ഇങ്ങനെയാണ് ലൈക്ക് അതിപ്പം അവിടെ ഈ സാധനം പ്രൈവറ്റ് കയറിയാലും ശരി ഗവൺമെന്റ് കയറിയാലും ശരി നമ്മൾ പഠിക്കണം എന്നുള്ളത് ആൾക്കാർ ഇപ്പം ഈ റിസൾട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അഭിമാനമായിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കായിരുന്നു. അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നു, മോനെ പ്രൈവറ്റിലെ റിസൾട്ടാണ് വന്നത്, ഇനിയുള്ള ഗവൺമെന്റിൽ വരാത്. ഞാൻ പിന്നെ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തു ലൈക്ക് ബേസിക്കലി ഒറ്റ എക്സാം ആണ്, പ്രൈവറ്റാളും ഗവൺമെന്റും നമ്മളെല്ലാരും യൂണിവേഴ്സിറ്റി എക്സാം സെയിം ആണെന്ന് പറഞ്ഞു കൊടുത്തു. ചില ആൾക്കാരെ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണവരാ. അതല്ലാതെ ഇതുവരെയുള്ള MBBS ലൈഫിൽ എന്തെങ്കിലും അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് മെമ്മറബിൾ ആയിട്ടുള്ളത്? മെമ്മറബിൾ ആയിട്ട് വെച്ചാൽ ലൈക്ക് ഇത് തന്നെയാണ് ഫസ്റ്റ് ഇയറിൽ എന്താ പറയുക നമ്മളൊക്കെ വരുന്ന സമയത്ത് പീക്ക് ഇതായിരുന്നു ലൈക്ക് സീനിയേഴ്സ് ലൈക്ക് പ്രോപ്പർലി ഫിസിക്കൽ സംഭവം അല്ലെങ്കിൽ നമുക്ക് നോക്കാനൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കും, ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകുന്ന സമയമായിരുന്നു. അപ്പം വന്ന സമയത്ത് ഹോസ്റ്റലറായിരുന്നു. അതുകൊണ്ട് മോനൊന്നും മുകളിലേക്ക് ഒരു ചോദിക്കട്ടെ പറഞ്ഞ് വിളിച്ച്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ എനിക്ക് ഫിസിക്കലി ഒന്നും കൊണ്ടിട്ടില്ലെങ്കിലും ലൈക്ക് എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ഞാൻ ഒരു ബുക്സും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരും സ്പോൺസേർഡ് അതെല്ലാവരും. അപ്പം ഭയങ്കര ഫ്രീ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം, ഇവര് നമ്മൾക്ക് എന്താ വെച്ചാൽ ബുക്കിലൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് നീ ഇത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ കുത്തിയ സാധനം മാത്രമേ പഠിക്കാതെ മാത്രമേ ചോദിക്കുകയും ചെയ്യും.
ഈ MBBS കയറിയതിന് ശേഷം എന്താ ഹോബിയാണ് ഡെവലപ്പ് ചെയ്തത്? ഫോർമാലിറ്റിക്ക് ചോദിക്കാണ്, സംഭവം നമുക്കറിയാം. പ്രീ പ്ലാൻഡ് ആണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്താ പറയാ, ഇടയ്ക്ക് ഞാൻ സ്റ്റക്കായി പോകും ആൾക്കാരുടെ അടുത്ത്. ഒരു വലിയ ഗ്യാതറിംഗ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ലൈക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടും. ഞാൻ ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ തോന്നുന്നു. അല്ല ലൈക്ക് ഇടയ്ക്ക് ഇങ്ങനെ ലൈക്ക് എന്താ പറയാന്നായി പോകും. അത് ഞാൻ മാറിയിട്ട് ഇപ്പൊ ലൈക്ക് എന്താ പറയാ, സ്റ്റേജിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചു തുടങ്ങി, കുറച്ചുകൂടെ അനോയിങ് ആയി തുടങ്ങി ആൾക്കാരുടെ അടുത്ത്. കണ്ടന്റ് ക്രിയേഷൻ ആണോ ഇതിന്റെ പിന്നിൽ നിന്നെ ഹെൽപ്പ് ചെയ്തത്? കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സോഷ്യൽ ആങ്സൈറ്റി സംഭവം കംപ്ലീറ്റ്ലി പോകും. നമുക്ക് തൊലിയൊക്കെ നല്ല കട്ടിയായി വന്നു തുടങ്ങും. നമുക്ക് എന്ത് കേട്ടാലും ഒരു നാണോ മരമൊക്കെ ഇല്ലാതായി വരുന്ന തുടങ്ങും. ലൈക്ക് യൂഷ്വലി അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, പ്രൈവറ്റിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിനെ തെറി വിളിക്കാൻ ആൾക്കാരുണ്ടാവും, അതിനെ പൊക്കി പറയുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഗവൺമെന്റിനെ പൊക്കി പറയാൻ അതിന് സെയിം ഇഷ്യൂ ആണ് സംഭവം. അതുകൊണ്ട് നല്ലൊരു എന്താ പറയാ തൊലിക്കട്ടി വന്നു. ലൈക്ക് ഇത് കയറിയ പിന്നെ ലൈക്ക് സംസാരിക്കാൻ പറ്റി. പിന്നെ ഞാൻ കുറച്ചുകൂടെ എന്താ പറയാ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴും ഞാൻ പ്രോപ്പർലി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക സ്ക്രിപ്റ്റ് ചെയ്ത് തുടങ്ങി. സ്ക്രിപ്റ്റ് ചെയ്ത് അത് ലൈക്ക് എന്താ പറയുക ഡയലോഗ്സ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് ലൈക്ക് കുറച്ചുകൂടെ എൻ്റെ ഇൻപുട്ട് സംഭവം പച്ച പിടിച്ച് കാണുന്ന തുടങ്ങും, നമ്മളെ ഓവറായിട്ട് ഇട്ട് തുടങ്ങും. അപ്പം എപ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഇത് തുടങ്ങണമെന്നുണ്ടായിരുന്നു എന്തായാലും. കാരണം എൻ്റെ ഒരു ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മളൊന്നും ഫ്രീ ആയി ചെയ്യരുത്. ബേസിക്കലി നമ്മൾക്കൊരു സ്കിൽഡ് സംഭവമാണെങ്കിൽ നമ്മൾ എന്തായാലും ഒന്നിക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യുക, അങ്ങനത്തെ സംഭവമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്നും ഞാൻ നല്ലൊരു ഹ്യൂമൻ സെൻസുള്ള ആളെന്ന് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എന്താ വെച്ചാൽ അതൊന്ന് എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതായിരുന്നു ബേസിക്കലി. അപ്പം തുടങ്ങിയ സമയത്ത് എന്താ പറയുക ഒരു വളരെ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുള്ളൂ, ഒരു 5,000, 6,000 പേരൊക്കെ കാണും. ലൈക്ക് ഇവണ്ട് അതൊരു ഇല്ല നമ്പർ ആണെങ്കിലും അന്നേരം അത് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അതിൽ. പിന്നെ ഏതൊരു റാൻഡംസ് അങ്ങനെ പോസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഏതൊരു പെട്ടെന്നൊരു റീച്ച് കിട്ടി, അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു സാധനം കയറുമ്പം പിന്നെ അങ്ങോട്ട് തുടങ്ങി ഇരുന്ന് എഴുതാൻ. ഈ സാധനം യൂഷ്വലി സ്ക്രിപ്റ്റ് ആയിട്ടാണ് പ്രോപ്പർലി എന്തൊരു സാധനം ചെയ്യാം, അല്ലെങ്കിൽ കയ്യിൽ നിന്നിട്ട് എപ്പോഴും പാളിപ്പോ. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ വളരെ കൺസിസ്റ്റന്റ് ആയി പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതല്ലാതുള്ള ഇപ്പോൾ മെഡിക്കൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇപ്പോൾ എൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ മാവേലി പോലെ ഇടയ്ക്ക് വരും, പോസ്റ്റ് ചെയ്യും, പിന്നെ പോകും, പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ പൊങ്ങുള്ളൂ. പക്ഷെ നീയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ വെക്കും. എങ്ങനെയാ അത് ഷെഡ്യൂൾ ചെയ്യാണോ? ലൈക്ക് ഷെഡ്യൂളിങ്ങിനെ കാട്ടി എന്താ വെച്ചാൽ ലൈക്ക് ഞാൻ ഒരു കാര്യം പറ്റേ, എന്ത് സ്ഥലം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടില്ലെങ്കിൽ പച്ച പിടിക്കൂല. അപ്പം എനിക്കിപ്പം എൻ്റെ കൂടെ ഉണ്ടായ കുറേ ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഫീൽഡിൽ സാച്ചുറേറ്റഡ് ആണ്. ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നാരോ ആയിരുന്നു മെഡിക്കൽ കണ്ടന്റ് ക്രിയേറ്റർ, ഡോക്ടർ. അതൊരിപ്പോ ഒരു കോളേജ് എടുത്ത ഒരു 4-5 പേരോ എല്ലാ കോളേജിലും. അപ്പം എന്തെങ്കിലും ലൈക്ക് ലിറ്ററലി ഒരു ബ്ലൂ കർവ് ഇഫക്റ്റ് എന്ന് പറയും. അതെന്താ വെച്ചാൽ നമ്മളൊരു കാർ എടുത്ത് പോകുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് സംഭവം കവ് കണ്ടി നമ്മൾ നിർത്തില്ലല്ലോ. പക്ഷെ നടുവിലൊരു ബ്ലൂ കവ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി എന്താ സാധനം നോക്കൂലേ. അതാണ് ബേസിക്കലി അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പം യൂഷ്വലി എല്ലാവരും ഈ ഗ്ലോറിഫൈ ചെയ്ത് എന്താ പറയുക മെഡിക്കൽ പ്രൊഫഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലൈക്ക് ബേസിക്കലി അങ്ങനെയാണ്. അതിൻ്റെ ഒരു ഡാർക്കർ സൈഡ് ആരും എന്താ പറയില്ല. അപ്പോൾ ഒരു ഡാർക്കർ സൈഡ്, ഒരു വിസിൽ ബ്ലോവർ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ലൈക്ക് അതിലായിരുന്നു നെഗറ്റീവ് പറഞ്ഞു തുടങ്ങുമ്പോഴായിരുന്നു കൂടുതൽ റീച്ച് കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തോളാന്ന് വിചാരിച്ചു. അപ്പം കുറച്ചുകൂടെ ഡാർക്ക് ഹ്യൂമർ, ലൈക്ക് ജോക്ക്, ആ കൈൻഡ് ഓഫ് സ്റ്റഫ് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കുറച്ച് അങ്ങനെ കൺസിസ്റ്റന്റ് ചെയ്ത് നോക്കി. ഞാൻ ലിറ്ററലി എൻ്റെ ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു 2 days 3 days ബാക്ക് വരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഫൈനൽ ഇയർ. കാരണം എനിക്ക് സംഭവം ഇങ്ങനെ മനസ്സിലാവും, താഴേക്ക് ഡിപ്പ് പോകുന്നുണ്ട്. ലൈക്ക് നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകും. ട്രാക്കിംഗ് ആണ് ബേസിക്കലി സംഭവം. ലൈക്ക് നമ്മൾ ഒന്ന് ഡൗൺ ആവുന്നുണ്ട് അറിയുമ്പോൾ നമ്മൾ വീണ്ടും പോസ്റ്റ് ചെയ്ത് തുടങ്ങണം. ലൈക്ക് നമുക്ക് അൾട്ടിമേറ്റ്ലി ഈ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് പണ്ടേ ഒരുപാട് എഫേർട്ട് ഇടായിരുന്നു സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് ഞാൻ എഫേർട്ട് കുറച്ച് തുടങ്ങി, ലൈക്ക് ഇത് ഭാഗം അല്ലാതായി തുടങ്ങി, അന്ന് ഇത് പ്രോപ്പർലി പച്ച പിടിച്ചു തുടങ്ങി. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് നീ കൊണ്ടുപോയി, അതിന്റെ കൂടെ തന്നെ ഈ 4.5 വർഷം പഠിച്ച് പിന്നെ ആ സ്ക്രീനിൽ എല്ലാം പാസ്സായി ഒരു ഡോക്ടറായി എന്ന് കണ്ട ഒരു മൊമെന്റ്, അതെങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക്കലി എൻ്റെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ പത്തറ്റിക് ആയിരുന്നു മാത്സിൽ. എനിക്ക് എന്താ പ്രശ്നം, ഞാൻ എത്ര ശ്രമിച്ചാലും ഇതാവില്ല. എനിക്ക് യൂഷ്വലി ഒരു 100-ലൊക്കെ ഒരു 14-15 എൻ്റെ ടാർഗറ്റ് മാർക്ക്, അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. ഇതങ്ങനെയൊക്കെ ഒന്ന് പാസ്സാവണം എന്നായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് സിമ്പിൾ മാത്സിനെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റില്ല, വല്ലാതെ ഭയങ്കര ഇതായിരുന്നു. എന്നിട്ടും നീ സയൻസ് എടുത്ത്, അതാണ് ജീവിത വിജയം. ചലഞ്ചസ് ഒക്കെ ഒന്നും ഇഷ്ടമായിരുന്നു. ലൈക്ക് എനിക്ക് എന്തിനാണ് ചെയ്തതെന്ന് അറിയില്ല. എനിക്ക് ബയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ആസാനം.
ഞാൻ ആ സാധനം എടുത്തു, ബയോ മാത്ത് എടുത്തു. Okay. അതുകൊണ്ട് ഞാൻ ഇന്ന് ലൈക്ക് അതുകൊണ്ട് +2 മാർക്കൊക്കെ വളരെ പത്തറ്റിക് ആയിരുന്നു. ലൈക്ക് സയൻസ് ഒക്കെ പ്രോപ്പർ മാർക്കായിരുന്നു, മാത്സ് വളരെ ദാരുണമായിട്ട് പരാജയപ്പെടലായിരുന്നു. ഞാൻ നല്ല എഫേർട്ട് എടുത്തു മാത്സിനായാലും എപ്പോഴും. ഇനിയിപ്പം ഇതിന്റെ അകത്തും മാത്സ് വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. MBBS ആണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആകെ കാൽക്കുലേറ്റർ എടുത്തിട്ട് തലേന്ന് ഹലോ ഒരു കാൽക്കുലേറ്റർ ഞാനും വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ ഈ കാൽക്കുലേറ്റർ വേണ്ടി വരുന്നുള്ളത്. നമ്മൾ ഈ +1 +2 ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ ഒക്കെ കിട്ടി, പിന്നെ അത് എവിടെ വെച്ചാന്ന് കൂടി ഓർമ്മയില്ല. പിന്നെ അത് തപ്പിയെടുക്കാൻ പെട്ട പാട്. ഇതിൽ ഞാൻ ശരിക്കും ഒരു കാമിയോ റോളായിരുന്നു കാൽക്കുലേറ്റർ പറഞ്ഞിട്ട്. ലോഗ് ബുക്ക് റെക്കോർഡ് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ വളരെ സർപ്രൈസ് ഇവിടെ വന്നതിന് ശേഷം. ഞാൻ അതേപോലെ നമ്മളിങ്ങനെ ഫിലിമിൽ കാണുള്ളൂ, ഇങ്ങനെ ഒരു സൈഡ് ബാഗ് കൂട്ടിട്ട് കുട്ടികൾ ഇങ്ങനെ കോളേജ് ലൈഫിൽ, ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാവുന്നത് സൈഡ് ബാഗിലൊന്നും ഒതുങ്ങുന്നത്. കയ്യിലൊക്കെ പിടിച്ചിട്ട് ഫസ്റ്റ് ഒക്കെ എനിക്ക് സാധനങ്ങളൊക്കെ കൈ പിടിക്കാൻ അങ്ങനെ ഇതായിരുന്നു. അതൊക്കെ കുറച്ചൊരു ഫെമൈൻ ടച്ച് വരുന്ന വെച്ചിട്ട് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാതായി. പിന്നെ എല്ലാം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു പോവാറ്. ഫസ്റ്റ് ഇയറിലൊക്കെ മറ്റേ യോസിന് ഇത് കളർ പെൻസിൽ, അതെന്താ വെച്ചാല് മൊത്തം ഹോസ്റ്റലിലൊക്കെ ഒരു റോ ഇല്ലേ, അതൊക്കെ ഒറ്റ പെൻസിൽ ഉണ്ടാവും. അതൊക്കെ 4 മുറിക്കും നമ്മളെല്ലാരും കൂടിട്ട് 2 ഭാഗത്തും. എന്റെയൊക്കെ എല്ലാ എക്സാമിനും ഓരോ പാക്ക്, ചേട്ടാ ഒരു പാക്ക് കളർ പെൻസിൽ എല്ലാ എക്സാമിനും വാങ്ങേണ്ടി വരും, ഫുൾ കാണാതെയോ. ലൈക്ക് നമുക്ക് സ്കൂൾ ടൈമിൽ വേണ്ട സാധനങ്ങൾക്ക് എവിടെ പോകുന്നത് എനിക്ക് അറിയാത്ത. ഇത് നിലത്ത് സാധനം കാണില്ല ബേസിക്കലി. എത്രയും ഇന്റേൺഷിപ്പിൽ അതുപോലെ പെന്നും സാധനം മിസ്സാകുന്ന വഴി അറിയില്ല. നീ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഇങ്ങനെ വെക്ക സാധനം പോകും. ലേബർ റൂം പോസ്റ്റിംഗിന്റെ ടൈമിൽ അത് തോന്നിയിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ടോ പിന്നെ ആ പെന്ന് പോയി, പിന്നെ കിട്ടില്ല. അയ്യോ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ പറയും. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, എങ്ങനെയായിരുന്നു നിനക്ക് ഡോക്ടറായി ഞാൻ എന്ന് മനസ്സിലായ മൊമെന്റിൽ തോന്നിയ വികാരം? ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ +2 സംഭവങ്ങൾക്ക് ഭയങ്കര ഇതായതുകൊണ്ട് ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് +1 +2 ആ കാറ്റഗറി ഓഫ് പഠിത്തം പഠിച്ചതിനെക്കാട്ടിയും എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് MBBS തോന്നി. കാരണം ഭയങ്കര ഫ്ലോയിൽ അങ്ങോട്ട് പോയി. ഞാൻ ഓവർ എഫേർട്ട് വേണ്ടി വന്നിട്ടില്ല, പക്ഷെ പഠിക്കുന്ന സമയത്ത് വൃത്തിക്ക് പഠിക്കുകയും വേണം. അതായത് ഒരു മോഡൽ എക്സാമിൻ്റെ ഒക്കെ ഒരു 1 or 2 months ബാക്ക് ഒന്ന് വൃത്തിക്ക് മണ്ണടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റ് ആവുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ ബാക്ക്ലാഗ്സ് വന്നിട്ടില്ല, എന്തായാലും ബാക്കിലേക്ക് പോയിട്ടില്ല. യൂണിവേഴ്സിറ്റി എക്സാം ബാക്കിയൊക്കെ അങ്ങനെ തട്ടിമുട്ടിയാണെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ പ്രോപ്പർലി ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ പ്രൗഡും സാറ്റിസ്ഫൈഡും ആവും. എന്താണ് ഫസ്റ്റ് ഇയർ മെഡിക്കോസിന് കൊടുക്കാനുള്ള മെസ്സേജ്? അവിടെ നോക്കി പറഞ്ഞോളൂ. ഓക്കെ, ഒരിക്കലും ഒന്നും പ്രീ പ്ലാൻഡ് ആയി ചെയ്ത് വരരുത്. കാരണം അത് ആ ഫ്ലോയിൽ പോകണം, അല്ലെങ്കിൽ റെഡി ആവില്ല. നമ്മൾ എക്സ്പെക്റ്റേഷൻസ് വെക്കുമ്പോഴാണ് നമുക്ക് പണി കിട്ടുക യൂഷ്വലി. ബേസിക്കലി എക്സ്പെക്റ്റേഷൻ വെച്ച് വന്നാൽ നമുക്ക് അത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആവും. ലൈക്ക് ഇത് ഇങ്ങനെയൊക്കെ ആണോ, ഇതൊക്കെയാണോ അവസ്ഥ, അയ്യോ റെഡി ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിട്ട്. ലൈക്ക് എനിക്ക് ഉണ്ടാവുന്ന പോലെയല്ല നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കോളേജ്, അതിപ്പം ഡിഫറെൻ്റ് ആവും. ഇപ്പം ഞാൻ പഠിച്ച സിനാറിയോയിലായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്ന സിനാറിയോ. പക്ഷെ ബേസിക്കലി ഈ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്, അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ലൈക്ക് ഇതൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഈ സിലബസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. പുറത്തുള്ള എന്താ പറയുക മെഡിക്കൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമെഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങും. അപ്പം ലൈക്ക് മോർ ദാൻ ഒരു 8 years ഒക്കെയാണ് ഈ പീരീഡ്. നമ്മൾ അത് എന്താ പറയുക പുറത്ത് ഇപ്പോൾ എബ്രോഡ് പഠിക്കുന്നവർക്ക് അറിയാം 6.5 years 8 years ഒക്കെ ഉള്ള ഒരു MBBS കരിക്കുലം നമ്മൾ 5.5 years തീർക്കുന്നത്. അത് വിത്ത് 1 year ഓഫ് ഇൻറ്റേൺഷിപ്പ് കൂടിയിട്ട്. അപ്പം ഭയങ്കര കോമ്പാക്റ്റ് ആയൊരു സബ്ജക്റ്റാണ്. MBBS ശരിക്കും വാസ്റ്റ് അല്ല, ലൈക്ക് എന്താ പറയുക വാസ്റ്റാണ്, ടഫ് അല്ല. ബേസിക്കലി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇറ്റ്സ് ഹാർഡ് ടു മെമ്മറൈസ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിച്ച. ലൈക്ക് കുറേ ടേംസ്, ലൈക്ക് ഈ സാധനം ഇങ്ങനെ പോയി വളഞ്ഞൊടിഞ്ഞ് താഴേക്കൊക്കെ വന്ന് തുളച്ച് ഈ സംഭവങ്ങളൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി. അത് മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പറ്റുന്നു. ഓക്കെ, നീ ഇപ്പം MBBS എടുത്തില്ല എങ്കിൽ എന്തായിരിക്കും എടുക്കുന്നുണ്ടാവുക? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആവോ? അത് ചാൻസ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസർ ആവാൻ ചാൻസ് കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു സീരിയസ്ലി. ലൈക്ക് പേയ്മെന്റ് സ്കെയിൽ ആണോ? പേയ്മെന്റ് സ്കെയിൽ അല്ല, എഫേർട്ട്. ലൈക്ക് എന്താ പറയാ എഫേർട്ടും പേയ്മെന്റും മാച്ച് ആവാത്തതാണോ? അല്ലെങ്കിൽ ആ ഒരു സിനാറിയോ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പം ഇന്റേൺഷിപ്പ് കയറിയാൽ തന്നെ നമുക്ക് 32 hours ഒക്കെ വർക്ക് കിട്ടും. നമ്മൾ യൂഷ്വലി മെഡിസിൻ ഒക്കെ നമ്മൾ എന്തായാലും ഷെഡ്യൂളിൽ ഇടും. ഫസ്റ്റ് ഒക്കെ നമുക്കൊരു ത്വരയുണ്ട്, നമ്മളെ രാത്രി വിളിക്കുന്നു, നമുക്കൊരു ഡോക്ടർ ഫീൽ വരും, നമ്മൾ ചെത്ത് താടിയൊക്കെ വെച്ച് പോകുന്നു, ഹായ് അമ്മ എന്തൊക്കെയുണ്ട് ചോദിക്കുന്നു. 2 ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ കിളിയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം കളിക്കുന്ന സമയത്ത് കുറേ ഇങ്ങനെ പറന്ന് കളിക്കുന്നൊക്കെ. നമ്മൾ ശരിക്കും ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും നമ്മൾ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ഇതും അതും പാരലൽ കൊണ്ടുപോകാം കേട്ടോ. ലൈക്ക് ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോവാണ്. ഫേവറേറ്റ് സബ്ജക്ട് ഡ്യൂറിങ് നീറ്റ്?
നീറ്റോ ബയോളജി കണക്ക് ഇഷ്ടം, ഫിസിക്സ് എന്തായാലും പറയില്ല അല്ലേ. അപ്പൊ ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട്? ഫിസിക്സ്. ഫിസിക്സ്, ഓക്കെ. അല്ല മാത്സ് അങ്ങനെ പറയേണ്ടി വരും. ഫിസിക്സ് ഇഷ്ടമായിരുന്നു ബേസിക്കലി. ഓക്കെ, ഫേവറേറ്റ് സബ്ജക്ട് ഇൻ MBBS? മെഡിസിൻ. എന്തൊരു ലാഗ് ഒക്കെ. അതുകൊണ്ടാ അത് പറഞ്ഞാല്. ഓക്കെ, ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട്? ഫേവറേറ്റ് സബ്ജക്ട് കൊറേ ഉണ്ടോ? OBG. ഓക്കെ, എന്ത് പോസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ സബ്ജക്റ്റിനോടാണ്? പൊതുവെ എല്ലാവരും പഠിക്കാൻ സംഭവം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പറയാൻ അങ്ങനെയല്ല മൊത്തത്തില്. ഓക്കെ. ഏർലി മോർണിംഗ് ബേർഡ് ആണോ ലേറ്റ് നൈറ്റ് അവളാണോ? വൈകി കിടന്ന് രാവിലെ എഴുന്നേക്കുന്നതാണോ? യൂഷ്വലി അങ്ങനെ. എനിക്കൊരു സംഭവം ഉണ്ട്, ഞാനൊരു എത്ര വൈകി കിടന്നാലും ഒരു 6:45 7 മണിയാകുമ്പോൾ ഉറക്കത്തിൽ ഞെട്ടും. അത് വേണ്ട, എല്ലാവരും വേണ്ട. എല്ലാവരും വേണ്ട, ഞെട്ടും. നമ്പർ ഓഫ് hours you sleep during MBBS university exam? ഫൈനൽ ഇയർ ആണെങ്കിൽ ലാസ്റ്റ് 5 months ഒരു 4 hour, പിന്നെ ലാസ്റ്റ് 2 months ഒരു 3 hour മാക്സിമം. എക്സാം ടൈമിൽ 1 hour to 2 hour മാക്സിമം. എക്സാം ടൈമിൽ അത്രേ ഉണ്ടാവും സീരിയസ്ലി. അത് ആ ഒരു പീരീഡിൽ എല്ലാവർക്കും അങ്ങനെ. നമ്മുടെ ഈ ബാച്ചിൽ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ENT ഒഫ്താൽ എല്ലാം വന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് 2 months കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് അടുത്ത സെറ്റ് ഓഫ് എക്സാം ഉണ്ടായത്. വേറൊരു വഴിയുമില്ല, അങ്ങനെ പോയേ പറ്റും. സോറി, which is hard, MBBS or NEET? Of course NEET. ശരിക്കും ആണ്. മറ്റേത് മാത്സിന്റെ ഒരു ഇതാണ്. ഓർപ്പിക്കല്ലേ, തീരെ ഇഷ്ടല്ലേ? യുവർ ഗോ ടു സ്ട്രെസ് റിലീഫ് എന്താണ്? ഫുഡ് ആണോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണോ? ഫുഡ്. ലൈക്ക് ഇതുണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ എക്സാം ടൈം ഞാൻ പറഞ്ഞല്ലേ, ലൈക്ക് അതിനും മാനേജ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എടാ ഇങ്ങനെ ചെയ്ത നീ പൊട്ടില്ല. അപ്പൊ ഞാൻ പ്രൗഡായിട്ട് ഇല്ല, അത് എന്ന് ആ സംഭവം നിർത്തുന്ന നമ്മൾ പച്ച പിടിക്കും. നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും ഓവർ എഫേർട്ട് ഇടരുത്. അതൊരു സ്പെഷ്യൽ തിയറിയാണ്, മനസ്സിലായില്ല? ലോകത്തിൽ ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ എന്താ പറയാ, ഒരു സ്ഥലത്ത് നമുക്ക് എറണാകുളം പോകണം, നമ്മൾ അയ്യോ നമ്മൾക്ക് എറണാകുളം പോണോ ചിന്തിച്ചാൽ നമുക്ക് നടക്കില്ല. എറണാകുളം പോകണം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയി പോകും. MBBS ഞാൻ അപ്ലൈ ചെയ്ത ഇതാണെങ്കിൽ എഴുതി വെക്കാം നമുക്ക്. one thing you love about MBBS? ചില സ്ഥലങ്ങളിൽ നമുക്ക് നല്ല റെസ്പെക്ട്, ഒരു സ്നേഹം, അതൊക്കെ സാധനം കിട്ടും, ഒരു റെക്കഗ്നേഷൻ കിട്ടും. ലൈക്ക് അത് ഞാൻ ബാക്കി ഒരു കോഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും ലൈക്ക് ഞാൻ എൻ്റെ സൈഡ് പറഞ്ഞല്ലോ കേട്ടോ, ലൈക്ക് മോൻ MBBS ആണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൗഡ്, മറ്റേ മോൻ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട് കേട്ടോ. one thing you hate about MBBS? ഇതിന് ഒരു ടോക്സിറ്റി. യൂഷ്വലി എന്താ പറയാ, ലൈക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ലൈക്ക് ദർ ആർ 2 sides. ലൈക്ക് ആൾക്കാർ പറയും എന്താ പറയാ, ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ ആൾക്ക്, അങ്ങനെ ലൈക്ക് ചില ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ, ലൈക്ക് പ്രോപ്പർലി പറയുന്നില്ല. ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. ലൈക്ക് എന്തെങ്കിലും ഒരു സാധനം പാരലലി കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും ബേസിക്കലി ആ സംഭവം അല്ല, എന്താണെങ്കിലും ബേസിക്കലി നമുക്കൊരു ഇൻപുട്ട് നമുക്ക് ഇതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു അപ്രിസിയേഷൻ കിട്ടുക അല്ലെങ്കിൽ റെക്കഗ്നേഷൻ കിട്ടുക, അല്ലെങ്കിൽ സംഭവം മുന്നോട്ട് പോവില്ല ബേസിക്കലി. Was all the effort worth it? ഒരു ഡോക്ടർ ആയപ്പോൾ എന്ത് തോന്നുന്നു? ആണ്, എഫേർട്സ് worth it ആണ്. If not medicine? കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ നോക്കേണ്ടി വരും. ബ്ലോഗിങ്ങിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുമായിരുന്നു ഞാൻ. Okay, so with this we are coming to the end of the session. This is Radhika Diju signing off. Dr. Sangeet, bye.